അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ. സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക. എൻ്റെ പൊന്ന് സനു ചേച്ചി, 2-3 ദിവസം സനു ചേച്ചിയെ കണ്ടില്ലായിരുന്നു. എന്തായാലും സൈലൻ്റ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും യേശു ഉയർത്തെണ്ണിക്കുന്ന കണക്ക് എണ്ണിച്ച് കഴിഞ്ഞു. ചേച്ചിയോട് ഞാൻ ചോദിക്കുക, ചേച്ചിയെ കൊല്ലാൻ ആരും വരത്തില്ല. എന്താ കാര്യം? ചേച്ചിയെ മോളെയും ഭർത്താവിനെയും കൊല്ലാൻ വരാത്ത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ കൊന്നിട്ടിറങ്ങി അവർ 7 വെള്ളത്തിൽ പോയി കുളിച്ചാലും നാറ്റം മാറത്തില്ല. അത്രയ്ക്കും വൃത്തികെട്ടൊരു സ്ത്രീയാണ് നിങ്ങൾ. പിന്നെ നിങ്ങളെ ഭർത്താവിന് നട്ടെല്ലുണ്ടെന്ന് പറയുന്നു. നട്ടെല്ലുള്ള ആളായിരുന്നെങ്കിൽ പെണ്ണുമ്പിള്ള വന്നിരുന്ന ലൈവിൽ കല്യാണം നടത്താൻ തെണ്ടില്ലായിരുന്നു. കേട്ടോ സനു? അത് സനു ഒന്ന് ഓർത്തു നോക്കുക. സനു ലൈവിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അല്ലാതെ വന്നിരുന്നിട്ട് എൻ്റെ ഭർത്താവിന് നട്ടലുള്ളവനാ, അവന് അങ്ങനെയുള്ളവനാ ഇങ്ങനെയുള്ളവനാ, അതൊക്കെ ഞങ്ങൾ കണ്ടതാ ലൈവിനകത്ത് ഓടുന്നേക്ക. നട്ടലുള്ളവനായിരുന്നെങ്കിൽ അവിടെ നിന്നേനെ. ഞങ്ങളുടെ നാട്ടിൽ ഈ ലോഡ്ജിലൊക്കെ ഇട്ട് പിടിക്കുന്ന പെണ്ണുങ്ങളെ പറയുന്നത് വേറെ ഭാഷയാണ്. അങ്ങനെ നടന്നൊരു വ്യക്തി തന്നെയല്ലേ ഇപ്പോൾ വന്ന് നട്ടലുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തോ യോഗ്യത സ്ത്രീയെ? പിന്നെ നിങ്ങളെ കൂട്ടുകാരി ഇന്നലെ ലൈവിൽ പറയുന്നത് കേട്ട് സനുവിൻ്റെ മോളെ പറഞ്ഞത് അത്രയ്ക്കും മാനക്കേടായിപ്പോയി. ഞാനായിരുന്നെങ്കിൽ കേൾക്കത്തില്ലായിരുന്നു. നിങ്ങൾ വന്നിരുന്ന് തനൂജയുടെയും ഫിജോ ചേച്ചിയുടെയും മക്കളെ പറഞ്ഞത് സെമീറയുടെ കാതി വേറെ വല്ലതും കയറ്റി വെച്ചിരുന്നു. സെമീറ, അത് നീ കേട്ടില്ലായിരുന്നോ സെമീറ? അത് കേൾക്കണമായിരുന്നു. അവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. സെമീറ എന്ന് പറയുന്ന വ്യക്തിയും പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവർ തിരിച്ച് മറുപടി പറഞ്ഞതിനേ അത് നല്ല കാര്യമാണ്. പിന്നെ സനു വന്നിരുന്ന് പിന്നെ ഇവരെ ഫിജോ ചേച്ചിയുടെ ഈ മോളെയും പിന്നെ തനുജയുടെ മോളെയും വണ്ടി ഇടിക്കുമെന്നാണ്. അന്നേരം അവരതിന് തിരിച്ച് മറുപടി കൊടുത്തേ പറ്റൂ. കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളാണെങ്കിലും അത് ചെയ്യും. എന്നിട്ട് നിങ്ങൾ വന്നിരുന്ന് പറയുന്നത് ഞാനായിരുന്നെങ്കിൽ കണ്ടായിട്ടിരിക്കത്തില്ല അവളായതുകൊണ്ടെന്ന്. നാണമില്ലേ നിങ്ങൾക്ക് അതൊക്കെ പറയാനേ? നിങ്ങൾ കുറച്ച് പേര് ഞാൻ അങ്ങ് ഇറങ്ങിക്കാം. നിങ്ങൾ തന്നെ എന്തൊരു കള്ളത്തരങ്ങളാണ് വന്നിരുന്ന് പറയുന്ന. ഇന്നലെ അനുവിൻ്റെ വോയിസ് തനൂജ ഇട്ടായിരുന്നല്ലോ. അന്നേരം ഞങ്ങളെല്ലാം കേട്ടതാ ലൈവിനകത്ത്. കൊച്ചിന് ബിയർ കൊടുത്തെന്നും പറഞ്ഞ് അത് പ്രശ്നമാക്കിയത് നിങ്ങൾ ഒറ്റ ഒരുത്തിയല്ലേ? അതാ പറയുന്നത്. പണ്ട് ദൂരെയായിരുന്നു, ഉടനെ കൊടുക്കും. നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് തെറ്റി നോക്കേ, അന്നേരം എത്ര വോയിസ് പുറത്ത് വരുന്നെന്നറിയാം. കേട്ടോ സെമീറ ഒന്ന് ചിന്തിച്ചിട്ട് വേണം വന്നിരുന്ന് സംസാരിക്കാൻ. അല്ലാതെ വന്നിരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. സനുവിനോടും പറയുക, സനുവും കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങുക. കല്യാണം കഴിക്കാൻ പോവുമല്ലേ, കല്യാണത്തിൻ്റെ ജീവിതത്തിലോട്ടങ്ങ് നടക്കുക. കൊച്ചിനെ പറഞ്ഞെന്നും പറഞ്ഞ് ഇറങ്ങി വരും. എൻ്റെ മോക്ക് റെസ്പെക്റ്റ് കൊടുത്തതാണ്. ആ റെസ്പെക്റ്റ് കൊടുത്ത തള്ള ഇന്ന് വന്ന് ഉയർത്തെണ്ണിച്ച് എങ്ങനെ? അന്നേരം നീ അത്രയ്ക്കേ ഉള്ളു സ്ത്രീയെ. ലോകം കണ്ട് ഏറ്റവും വൃത്തികെട്ടൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സനുവാണ്. ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വേണമെങ്കിലും വീഡിയോ ചെയ്യും, ആരുടെ വേണമെങ്കിലും ചീത്ത വിളിക്കുകയും ചെയ്യും. എന്തിനാ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടത്തില്ലല്ലോ. എന്തായാലും ഒരു അപാരം. ഇത്രയും ഞാൻ ഈ ലോകത്തൊക്കെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഒരു വൃത്തികെട്ടൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജന്മത്ത് പോലും. സത്യം. അതേനേയും ഒരു വെറും നിർഗിഷ്ടം പിടിച്ചൊരു സ്ത്രീ. 40-48 വയസ്സില്ലേ നിങ്ങൾക്ക്? 40 വയസ്സുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കല്ലേ? നിങ്ങളെ മുഖം കാണുമ്പോൾ ആർക്കും അറിഞ്ഞൂടെ വയസ്സുണ്ടെന്ന്? വയസ്സുള്ള സ്ത്രീയാന്ന്. അയ്യേ, വന്നിരുന്നിട്ട് ഞാൻ ചെറുപ്പക്കാരിയാണ്. അവനവൻ വളർന്ന് അവനവനിക്ക് ഏറ്റവും അവനവൻ്റെ മക്കൾ വളർന്നു കഴിഞ്ഞാൽ അവനവൻ കുറച്ച് ഒതുങ്ങണമെന്നാണ്. ഇതിപ്പം കൊച്ചിനെയും കാണിക്കുക നിങ്ങൾ. അന്നേരം ആ കൊച്ചിന് എന്തുമായിരിക്കും നിങ്ങളിൽ നിന്നും വിചാരിക്കുന്നത്? എൻ്റെ അമ്മയ്ക്ക് കാണിക്കാമെങ്കിൽ എനിക്കും കാണിക്കാമെന്ന് ആ കൊച്ചും വിചാരിച്ചു പോകും. കേട്ടോ? നിങ്ങളടുത്ത് അതുകൊണ്ട് പറയുക, കുറച്ച് ഒതുങ്ങുക. എനിക്കിത്രയേ ഉള്ളൂ പറയാൻ.